നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ തങ്ങളുടെ അവസാന മത്സരം കളിക്കാൻ അർജൻറ്റീന ഇന്ന് ഇറങ്ങുകയാണല്ലോ. ഇന്നെന്ന് പറയുമ്പോൾ അർജൻറ്റീനയ്ക്ക് നാളെ പുലർച്ചെയാണ്, നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ കളിയുള്ളത്. പുലർച്ചെയല്ല, രാവിലെ 7:30 അർജൻറ്റീന വേഴ്സസ് ജോർദാൻ മത്സരമുള്ളത്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് അർജൻറ്റീന ടീമിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ശുഭകരമായിട്ടുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് പരിക്കിൻ്റെ പിടിയിലുണ്ടായിരുന്ന ഡിക്ലാസ് ടാഗ്ലിയാഫിക്കോ, ലിയാൻഡ്രോ പെരഡസ്, കുറ്റി റൊമേറോ ഓൾ ആർ ഗുഡ് നൗ. അതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. ടാഗ്ലിയാഫിക്കോയും പരേഡസും ഒക്കെ ഇന്ന് കളിക്കും. അതേസമയം ഇന്നത്തെ കളിക്ക് സ്കോഡിലില്ലാത്ത ഒരാൾ ക്യൂട്ടി റൊമേറോ ആയിരിക്കും. അദ്ദേഹത്തിന് കഴിഞ്ഞ കളിക്കിടെ പരിക്ക് പറ്റിയതാണ്. എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ MRI സ്കാനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഈസ് ഗുഡ്, ഈസ് ഓക്കെ. അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളില്ല, സ്വെല്ലിങ് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത മത്സരത്തിന് അദ്ദേഹം ഉണ്ടാകും. നാളെ തന്നെ അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ് നെഡൂല് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹി വിൽ ബി റെഡി ഫോർ ദി റൗണ്ട് ഓഫ് 32 എന്ന് വളരെ കൃത്യമായിട്ട് ഗാസ് നെഡൂല് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവരുടെ ഡിഫൻസിലെ ശക്തി ദുർഗമാണ് ക്യൂട്ടി റൊമേറോ. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ഓഫ് 32 അത്ര ആശങ്കയുണ്ടാക്കുന്നൊരു കളിയൊന്നുമില്ല. എതിരാളികൾക്ക് വെറുതെയാണ്. അനായാസം അർജന്റീന മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ര വലിയ പ്രാധാന്യമില്ലാത്തൊരു കളിയാണ്. അതുകൊണ്ട് വലിയ രൂപത്തിൽ സ്ക്വാഡ് റൊട്ടേഷനിലേക്കാണ് കോച്ച് പോകുന്നത്. ഇന്ന് അർജന്റീന എവേ കിറ്റിട്ടായിരിക്കും, അതായത് സെക്കൻഡ് ജേഴ്സി ഇട്ടായിരിക്കും കളിക്കുക എന്നുകൂടി കൺഫേംഡ് ആയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.